പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ PSC ഓറിയൻറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള എല്ലാ മോഡലും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം 18ഓളം മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. 10-60ഓളം ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഗ്രൂപ്പ് ഡി, NTPC അല്ലെങ്കിൽ റെയിൽവേയുടെ മറ്റ് എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The average of the first three numbers is double of the fourth number. If the average of all the four numbers is 12, find the fourth number. എന്താ പറഞ്ഞേക്കുന്നത്? ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 3 നമ്പേഴ്സ് ഈസ് ഡബിൾ ഓഫ് ദി ഫോർത്ത് നമ്പർ. ഇവരൊരു 4 നമ്പർ എടുക്കുന്നുണ്ട്. ABCD നമുക്ക് അങ്ങനെ കൊടുക്കാം. ABCD ഈ 4 നമ്പർ എടുത്തു. എന്നിട്ട് അവർ പറയാണ് ഇതിലെ ആദ്യത്തെ 3 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 4ാമത്തെ നമ്പറിൻ്റെ ഡബിളാണ്. അപ്പോൾ ആദ്യത്തെ 3 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 4ാമത്തെ നമ്പറിൻ്റെ ഡബിളാണ്. ഇഫ് ദ ആവറേജ് ഓഫ് ഓൾ ദ 4 നമ്പേഴ്സ് ഈസ് 12. ഇനി പറയുകയാണ് ഈ 4 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 12 ആണെങ്കിൽ ഫൈൻഡ് ദ ഫോർത്ത് നമ്പർ, ഈ 4ാമത്തെ നമ്പർ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യമേ ഈ 4ാമത്തെ നമ്പറിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. 4ാമത്തെ നമ്പറിനെ ഞാൻ എന്തെന്ന് കൊടുക്കുന്നു? എക്സ് എന്ന് കൊടുക്കുന്നു. 4ാമത്തെ നമ്പറെ ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞതനുസരിച്ച് 4ാമത്തെ നമ്പർ എക്സ് ആണെങ്കിൽ ആദ്യത്തെ 3 നമ്പറിൻ്റെ ആവറേജ് എന്ന് വെച്ചാൽ എന്താ? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ് ആവറേജ്. ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആദ്യത്തെ 3 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ 3 ആണ്. എന്നുവെച്ചാൽ A+B+C ഡിവൈഡ് ബൈ 3 ആണ് ഇവിടുത്തെ ആവറേജ്. ആ ആവറേജ് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? 4ാമത്തെ നമ്പറിൻ്റെ ഡബിളാണ്. 4ാമത്തെ നമ്പർ എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത്, എക്സിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 2x ആണ്. അങ്ങനെയാണെങ്കിൽ 2x ഈക്വൽ ടു നമുക്കിതിനെ എഴുതാം. 2x ഈക്വൽ ടു A+B+C ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം അല്ലേ? A+B+C ഡിവൈഡ് ബൈ 3 അല്ലേ? 3 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 4ാമത്തെ നമ്പറിൻ്റെ ഡബിളാണ്. ഇതിൽ നിന്ന് നമുക്ക് എഴുതാം A+B+C ആദ്യത്തെ 3 നമ്പർ കൂട്ടുന്നത് എന്തെന്ന് കിട്ടും? 2x × 3 ആയിരിക്കും. 2x × 3 ആയിരിക്കും. കാരണം ഈ ഒരു ഇക്വേഷനിൽ നിന്നും ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 നമ്പരും കൂടെ കൂട്ടുന്നത് A+B+C കിട്ടണമെങ്കിൽ, 3 നമ്പറിൻ്റെയും കൂടെ സമ്മ് കിട്ടണമെങ്കിൽ, ടോട്ടൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആവറേജ് ഇൻറ്റു നമ്പർ എടുത്താൽ മതി അല്ലേ? ഇവിടുത്തെ ആവറേജ് 2x ആണ്. 2x × 3 നമുക്ക് കിട്ടും 6x. അപ്പോൾ ആദ്യത്തെ 3 നമ്പറിൻ്റെ സമ്മെന്ന് പറയുന്നത് 6x ആണ്. ഓക്കെ ആണല്ലോ ഇത്രയും? അടുത്ത വരി നോക്കിയേ. ഇഫ് ദ ആവറേജ് ഓഫ് ഓൾ ദ 4 നമ്പേഴ്സ് ഈസ് 12. അങ്ങനെയാണെങ്കിൽ 4 നമ്പറിൻ്റെ ആവറേജ് 12 ആണെങ്കിൽ ഓക്കെ, ഇനി നമുക്ക് അതിലേക്ക് പോകാം. അടുത്ത വരി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നേക്കുന്ന 4 നമ്പറിൻ്റെ ആവറേജ് 12 ആണെങ്കിൽ നമുക്ക് എഴുതാം 4 നമ്പറിൻ്റെ ആവറേജ് അല്ലേ? ആവറേജ് ഇവിടെ എത്രയാ? 12 എന്ന് തന്നിട്ടുണ്ട്. ആവറേജ് 12 ആണ്. 4 നമ്പറിൻ്റെ ആവറേജ് 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എന്ത് കിട്ടുമായിരിക്കും? ടോട്ടൽ ഈക്വൽ ടു അല്ലേ? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇവിടുത്തെ നമ്പർ എത്രയാ? 4 ആണ് നമ്പർ അല്ലേ? 4 നമ്പറിൻ്റെ ആവറേജ് ആണ് 12. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. 4 നമ്പറിൻ്റെ ആവറേജ് ആണ് 12. അതുകൊണ്ട് 12 × 4 നമുക്ക് കിട്ടും 48. 12 × 4 നമുക്ക് 48 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇത് രണ്ടാമത്തെ വരിയിൽ നിന്ന് നമുക്ക് കിട്ടിയാണ് 12 × 4 48. ഈ 4 നമ്പറിൻ്റെ സമ്മെന്ന് പറയുന്ന 48 ആണ്. നോക്കി, ഇവിടുത്തെ ആദ്യത്തെ 3 നമ്പർ കൂട്ടുന്നത് A+B+C എന്ന് പറയുന്നത് 6x ആണ്. ഓക്കെ ആണല്ലോ? A+B+C എന്ന് പറയുന്നത് 6x ആണ്. അതിൻ്റെ കൂടെ 4ാമത്തെ നമ്പറായി നമ്മളെടുത്ത എക്സും കൂടെ കൂട്ടിയാൽ 6x + x കൂടെ കൂട്ടിയാൽ ഈ 4 നമ്പറിൻ്റെ സമ്മാവത്തില്ലേ? A+B+C+D അല്ലേ ഈ 4 നമ്പറിൻ്റെ സമ്മെന്ന് പറയുന്നത്? A+B+C എന്ന് പറയുന്നത് 6x ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു.
അതിൻ്റെ കൂടെ നാലാമത്തെ നമ്പറായിട്ട് എടുത്തത് എക്സ് ആണ്. ആ എക്സും കൂടെ കൂട്ടിയാൽ നമുക്ക് ഈ 4 നമ്പറിൻ്റെ സമ്മ് കിട്ടത്തില്ലേ? ഈ 4 നമ്പറിൻ്റെ സമ്മല്ലേ ഇവിടെ നമ്മൾ 48 കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 6x പ്ലസ് എക്സ് ഈക്വൽ ടു 48 എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ 6x പ്ലസ് എക്സ് 7x ഈക്വൽ ടു 48. എക്സ് ഈക്വൽ ടു എത്ര കിട്ടും? എക്സ് ഈക്വൽ ടു 48 ഡിവൈഡ് ബൈ 7. 48 ഡിവൈഡ് ബൈ 7 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ആദ്യത്തെ വരിയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ് 3 നമ്പറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ആദ്യത്തെ വരിയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം ആദ്യത്തെ വരിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ 3 നമ്പറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് നാലാമത്തെ നമ്പറിൻ്റെ ഡബിളാണ്. ആദ്യത്തെ 3 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് നാലാമത്തെ നമ്പറിൻ്റെ ഡബിളാണ്. നാലാമത്തെ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അതിൻ്റെ ഡബിൾ ആകുമ്പോൾ 2x. അപ്പോൾ ആദ്യത്തെ 3 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 2x ആണ്. ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. ടോട്ടൽ എന്ന് പറയുന്നത് ആദ്യത്തെ 3 നമ്പറിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ 3 എത്രയായിട്ട് നമുക്ക് ടോട്ടൽ. അങ്ങനെ നമുക്ക് ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കിട്ടും. ആദ്യത്തെ 3 നമ്പറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 6x ആണെന്ന് കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 4 നമ്പറിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട്. 4 നമ്പറിൻ്റെ ആവറേജ് എന്ന് വെച്ചാൽ 4 നമ്പരും കൂടെ കൂട്ടുന്നത് ഡിവൈഡ് ബൈ 4. അതിൽ നിന്നും 4 നമ്പറിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തെ 3 നമ്പറിൻ്റെ സമ്മ് നമുക്കറിയാം. അതിൻ്റെ കൂടെ നാലാമത്തെ നമ്പരും കൂടെ കൂട്ടുന്നതാണ് 4 നമ്പറിൻ്റെ സമ്മ് അല്ലേ? ആദ്യത്തെ 3 നമ്പറിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 6x ആണ്. അതിൻ്റെ കൂടെ നാലാമത്തെ നമ്പരും കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 48 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? എക്സ് കണ്ടുപിടിക്കുന്നു. ഓക്കെ ആണല്ലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ബി ആണ്. ഇത് 48 ഡിവൈഡ് ബൈ 7 എന്നാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആവറേജ് വെയ്റ്റ് ഓഫ് 60 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് വാസ് കാൽക്കുലേറ്റഡ് ടു ബി 40 കിലോഗ്രാം. ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് that the weight of one of the students was calculated as 36 kilogram, whereas his actual weight was 33 kilogram. What is the actual average weight of the students in the class? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ക്ലാസ്സിലെ 60 കുട്ടികളുടെ വെയിറ്റ്, 60 കുട്ടികളുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 40 കിലോഗ്രാം ആണ്. ഒരു ക്ലാസ്സിലെ 60 കുട്ടികളുടെ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുത്തപ്പോൾ 40 കിലോഗ്രാം എന്ന് കിട്ടി. ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇതിൽ ഒരു കുട്ടിയുടെ വെയിറ്റ് 36 കിലോഗ്രാം എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് 33 കിലോഗ്രാമേ ഉള്ളൂ. നമ്മൾ എത്ര എന്നെടുത്തു? 36 എന്നാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ തെറ്റ് തിരുത്തിയിട്ട് നമ്മൾ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് വെയിറ്റ് കാണുകയാണെങ്കിൽ അത് എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് തന്ന ആദ്യത്തെ കാര്യം നമ്മൾ ആവറേജിൻ്റെ ഇക്വേഷൻ എഴുതും. ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. ഇതിനകത്ത് നോക്കിയത് ആവറേജ് വെയിറ്റ് ഓഫ് 60 സ്റ്റുഡൻസ്. ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? n തന്നിട്ടുണ്ട്, 60 കുട്ടികളെന്ന് തന്നിട്ടുണ്ട്. 60 കുട്ടികൾ n തന്നിട്ടുണ്ട്. വാസ് കാൽക്കുലേറ്റഡ് ടു ബി 40 കിലോഗ്രാം. ആവറേജ് തന്നിട്ടുണ്ട് 40 എന്ന് ആവറേജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ടോട്ടൽ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടോട്ടൽ കണ്ടുപിടിക്കുന്നു. 60 × 40. 60 × 40 2400 എന്ന്. ഓക്കെ, അപ്പോൾ 60 × 40 2400. ഈ 60 കുട്ടികളുടെ ആദ്യമേ നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ 60 കുട്ടികളുടെ വെയിറ്റ് എന്ന് പറയുന്ന 60 കുട്ടികളുടെയും വെയിറ്റ് എടുത്തിട്ട് ആഡ് ചെയ്ത് അതിൻ്റെ സമ്മ് എടുത്തപ്പോൾ നമുക്ക് 2400 എന്ന് കിട്ടി. 60 കുട്ടികളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 2400 എന്ന് കിട്ടി. ഇനി എന്താ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? അതിൽ 33 കിലോ ഉള്ള ഒരു കുട്ടിയുടെ വെയിറ്റ് നമ്മൾ എത്ര ആയിട്ടാണ് എടുത്തേക്കുന്നത്? 36 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. 33 ആയിരുന്നു ആക്ച്വൽ വെയിറ്റ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് 36 എന്നാണ് എടുത്തത് അല്ലേ? എത്ര അതിനകത്ത് കൂടിയത്? നമ്മളറിയാതെ എത്ര അധികം ഇട്ടത്? 3 കിലോയാണ് അധികം ഇട്ടത്. എത്ര കിലോയാണ്? 3 കിലോയാണ് അധികം ഇട്ടത്. എന്ന് വെച്ചാൽ ഈ 2400-നകത്ത് ഇതാണ് 60 കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ്. ഈ 2400-നകത്ത് അധികമായിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് തെറ്റായിട്ട് കയറ്റിയേക്കുന്നത് 3 കിലോയാണ് അല്ലേ? അപ്പോൾ ആ 2400-ൽ നിന്നും 3 കിലോ കുറയ്ക്കുക.
3 കിലോ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 2400 മൈനസ് 3 ചെയ്യുമ്പോൾ 2397. ഇതാണ് യഥാർത്ഥത്തിൽ ആ ക്ലാസ്സിലെ 60 കുട്ടികളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ ക്വസ്റ്റ്യൻ? നമ്മൾ 33 വെയിറ്റ് ഉണ്ടായിരുന്നൊരു കുട്ടിക്ക് 33 പകരം 36 എന്നാണ് എടുത്തിട്ട് കൂട്ടിയത്. എന്ന് വെച്ചാൽ 3 അധികമായി പോയി അല്ലേ? ആ 3 നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ വെയിറ്റിൽ നിന്നും കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2397. 2397. ഇതാണ് യഥാർത്ഥത്തിലെ ആ ക്ലാസ്സിലെ 60 കുട്ടികളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് വെയിറ്റ് കാണാനാണെന്ന് പറഞ്ഞിരിക്കുന്നത് ആവറേജ് വെയിറ്റ് കണ്ടുപിടിക്കുക. ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ അല്ലേ? ഇവിടുത്തെ ടോട്ടൽ എത്ര? 2397. ഇതാണ് നമ്മുടെ തെറ്റ് തിരുത്തിയപ്പോൾ ഉണ്ടായ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലേ? തെറ്റ് തിരുത്തിയപ്പോൾ നമുക്ക് കിട്ടിയ വെയിറ്റാണ് 2397. അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ. ഇവിടെ എത്ര കുട്ടികളുണ്ട്? 60 കുട്ടികളുണ്ട് അല്ലേ? നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 2397 ഡിവൈഡ് ബൈ 60. ആൻസർ കിട്ടും 39.95. ഇതാണ് ഓപ്ഷൻ ബി. ഇതാണ് കറക്റ്റ് ആവറേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എ ഷോപ്പ് കീപ്പർ ഹാസ് എ സെയിൽ ഓഫ് 6,435, 6,927, 6,855, 7,230 and 6,562 for 5 consecutive months. How much sale must he have in the 6th month so that he get an average of 6,500? എന്താ പറഞ്ഞെങ്ങനെ? ഒരു ഷോപ്പുകാരന് അടുത്തടുത്ത 5 മാസം അയാൾക്ക് കച്ചവടം കിട്ടിയാണ്. ആദ്യത്തെ മാസം 6,435 രൂപ, രണ്ടാമത്തെ മാസം 6,927, മൂന്നാമത്തെ മാസം 6,855, നാലാമത്തെ മാസം 7,230, അഞ്ചാമത്തെ മാസം 6,562. അങ്ങനെ അടുപ്പിച്ച് 5 മാസത്തെ കച്ചവടമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 5 മാസം അയാൾ സെയിൽ ചെയ്തതാണ് ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഹൗ മച്ച് സെയിൽ മസ്റ്റ് ഹി ഹാവ് ഇൻ ദ 6 months. അങ്ങനെ 5 മാസം കച്ചവടം ചെയ്തിട്ട് 6ാമത്തെ മാസം എത്ര രൂപയ്ക്ക് കച്ചവടം ചെയ്താലാണ് 6 മാസത്തെ അയാളുടെ ആവറേജ് വരുമാനം, ആവറേജ് കച്ചവടം 6,500 ആകുന്നത്? 6ാമത്തെ മാസം എത്ര രൂപയ്ക്ക് കച്ചവടം ചെയ്താലാണ് 6 മാസത്തെ ആവറേജ് എമൗണ്ട് 6,500 വരുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തുവാ? ആവറേജ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ അല്ലേ? ഇവിടെ 6ാമത്തെ മാസം എത്ര ആവറേജ് വരേണ്ടത്? 6,500 ആവറേജ് വരണം. അപ്പോൾ 6,500 ആവറേജ് ആയിട്ട് എടുക്കുന്നു. ഇനി ടോട്ടൽ എന്ന് വെച്ചാൽ ഈ 6 മാസം അയാൾ കച്ചവടം ചെയ്യുന്ന എമൗണ്ട്, അതാണ് ടോട്ടൽ എന്ന് പറയുന്നത് അല്ലേ? ആദ്യ മാസം 6,435 രൂപ കച്ചവടം ചെയ്തു, രണ്ടാമത്തെ മാസം 6,927 രൂപ കച്ചവടം ചെയ്തു, മൂന്നാമത്തെ മാസം 6,855 രൂപ കച്ചവടം ചെയ്തു, നാലാമത്തെ മാസം 7,230 രൂപ കച്ചവടം ചെയ്തു, അഞ്ചാമത്തെ മാസം 6,562 രൂപ കച്ചവടം ചെയ്തു അല്ലേ? ആറാമത്തെ മാസത്തെയും കൂടെ കൂട്ടിയാണ് നമ്മൾ 6 മാസത്തെ ആവറേജ് എടുക്കുന്നത് അല്ലേ? 6ാമത്തെ മാസം എത്രയാണെന്ന് നമുക്കറിയില്ല, അതിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ 6 മാസത്തെ കച്ചവടത്തിന് കിട്ടിയ ടോട്ടൽ ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോഴാണ്, നമ്പർ ഓഫ് മന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 6 മാസത്തെ ആവറേജ് 6,500 ആയിട്ട് കിട്ടേണ്ടത്. 6ാമത്തെ മാസം എത്രയാണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ എക്സ് എന്നെടുത്തു. കണ്ടോ, എക്സ് എന്നെടുത്തിട്ട് സം ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൂട്ടുമ്പോൾ 6,500 ഇൻറ്റു 600, 6,500 ഇൻറ്റു 600 എത്ര കിട്ടും? 39,000 എന്ന് കിട്ടും. 39,000 എന്ന് കിട്ടും. 6,500 ഇൻറ്റു 6 ചെയ്തു, അപ്പം 39,000 എന്ന് കിട്ടി. ഇനി ഈ 5 മാസത്തെ ടോട്ടൽ എമൗണ്ട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 34,009 എന്ന് കിട്ടും. 34,009. അതിൻ്റെ കൂടെ 6ാമത്തെ മാസത്തെ എക്സും കൂടെ കൂട്ടുന്നു അല്ലേ? അതാണ് നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത്.
ഓക്കെ ആണോ? ഇനി ഈ എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 39,000 മൈനസ് 34,009 എന്ന് കിട്ടും. ആൻസർ 4,991 എന്ന് കിട്ടും. 4,991 എന്ന് വെച്ചാൽ ആറാമത്തെ മാസം 4,991 രൂപയുടെ കച്ചവടം നടന്നെങ്കിൽ 6 മാസത്തെ ആവറേജ് 6,500 നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ക്ലാസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 സെക്ഷൻ എ ആൻഡ് ബി. Passing average of 20 students of section A is 80% and the passing average of 30 students of section B is 70%. What is the passing average of both the section? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ക്ലാസ്സിനെ 2 സെക്ഷനായിട്ട് തിരിക്കുന്നു. എ എന്നും ബി എന്നും 2 സെക്ഷനാക്കുന്നു. എന്നിട്ട് ആദ്യത്തെ സെക്ഷനിൽ 20 കുട്ടികളുണ്ട്. ആദ്യത്തെ സെക്ഷനിൽ 20 കുട്ടികളും രണ്ടാമത്തെ സെക്ഷനിൽ 30 കുട്ടികളുമാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ 20 കുട്ടികളും രണ്ടാമത്തെ സെക്ഷനിൽ 30 കുട്ടികളും. ഈ 20 കുട്ടികളിൽ 80 കുട്ടികൾ പാസ്സായി. 20 കുട്ടികളിൽ 80% കുട്ടികളാണ് പാസ്സായത്. അടുത്ത 30 കുട്ടികളിൽ 70% കുട്ടികളും പാസ്സായിട്ടുണ്ട്. 70% അല്ലേ? ആവറേജ് പെർസെൻറ്റേജ് ആണ് കൊടുത്തേക്കുന്നത്. ആവറേജ് 20 കുട്ടികളിൽ ആവറേജ് പാസിങ് 80%, 30 കുട്ടികളിൽ ആവറേജ് പാസിങ് 70%. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പാസിങ് ആവറേജ് ഓഫ് ബോത്ത് സെക്ഷൻ? എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആ ക്ലാസ്സിൽ മൊത്തത്തിൽ എത്ര പെർസെൻറ്റേജാണ് ആവറേജ് പെർസെൻറ്റേജാണ് പാസ്സായത് നോക്കാം. ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ് അല്ലേ? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ എന്ന് വെച്ചാൽ എയിൽ എത്ര കുട്ടികൾ ജയിച്ചു, ബിയിൽ എത്ര കുട്ടികൾ ജയിച്ചു, എന്നിട്ട് എയിലും ബിയിലുമുള്ള കുട്ടികളുടെ എണ്ണം, അതാണ് നമ്പർ അല്ലേ? ടോട്ടൽ എന്ന് പറയുന്നത് എയിൽ എത്ര പേര് ജയിച്ചു, ബിയിൽ എത്ര പേര് ജയിച്ചു, അതേ ഡിവൈഡ് ബൈ എയിലെ കുട്ടികളുടെയും ബിയിലെ കുട്ടികളുടെയും എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ ഓക്കെ, എയിലെ ആവറേജ് ആണ് 80 എന്ന് കൊടുത്തേക്കുന്നത്. എയിലെ ആവറേജ് 80% എന്ന് കൊടുത്തേക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. ഇവിടുത്തെ ടോട്ടൽ, എയിലെ ടോട്ടൽ എത്രയാ? എയിലെ ടോട്ടൽ എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു എൻ. 80 ഇൻറ്റു 20 നമുക്കറിയാം 16 1600 എന്ന് കിട്ടും. 1600 എന്ന് കിട്ടും. എയിലെ ടോട്ടൽ എന്ന് പറയുന്നത് 1600 അതേപോലെ ബിയിലെയും ടോട്ടൽ കണ്ടുപിടിക്കുക. ഇവിടുത്തെ ആവറേജ് ആണ് നമുക്ക് 70% എന്ന് തന്നേക്കുന്നത്. അതുകൊണ്ട് ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. ആവറേജ് 70 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈക്വൽ ടു 70 ഇൻറ്റു 30. ആൻസർ കിട്ടും 2100. 2100 എന്ന് കിട്ടി. അപ്പോൾ എയിലെ ടോട്ടൽ എന്ന് പറയുന്നത് 1600, ബിയിലെ ടോട്ടൽ എന്ന് പറയുന്നത് 2100 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിലെ മൊത്തത്തിലുള്ള ടോട്ടൽ എത്രയായിരിക്കും? 1600 പ്ലസ് 2100 അല്ലേ? ആ ക്ലാസ്സിലെ മൊത്തം ടോട്ടൽ എന്ന് പറയുന്നത് എയിലെ ടോട്ടൽ പ്ലസ് ബിയിലെ ടോട്ടലാണ്. അങ്ങനെയാണെങ്കിൽ 1600 പ്ലസ് 2100 ഡിവൈഡ് ബൈ, ഇനി ഇവിടെ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? എയിൽ 20 കുട്ടികളുണ്ട്, ബിയിൽ 30 കുട്ടികളുണ്ട്. ടോട്ടൽ 50 കുട്ടികൾ. 1600 പ്ലസ് 2100 എത്ര കിട്ടും? 3700 എന്ന് കിട്ടും. 3700 ഡിവൈഡ് ബൈ 50 എത്ര കിട്ടും? 74% എന്ന് കിട്ടും. 74% എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ ആണോ? ഇവിടെ എയിലെ ഒരു സെക്ഷൻ തന്നു, ബിയിലെ സെക്ഷൻ തന്നു. എയിലെ ആവറേജ് തന്നു, അതിൽ നിന്ന് നമ്മൾ എയിലെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. ബിയിലെ ആവറേജ് തന്നു, ബിയുടെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. നമുക്ക് വേണ്ടത് ആ ക്ലാസ്സിൻ്റെ മൊത്തത്തിലുള്ള ആവറേജ് ആണ്. അതുകൊണ്ട് ആകെ എയിലെയും ബിയിലെയും ടോട്ടൽ എടുക്കുക, ഡിവൈഡ് ബൈ എത്ര കുട്ടികളാണോ ആ ക്ലാസ്സിലുള്ളത് ആ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമുക്ക് ആവറേജ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വപ്നിൽ took 4 tests during first year. His average on them was 76. He took 3 tests during the second year. His average on them was 81. What was his overall average for both years? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? സ്വപ്നിൽ എന്ന് പറയുന്ന ആൾ ആദ്യത്തെ വർഷം ഫസ്റ്റ്
ഫസ്റ്റ് ഇയറിൽ 4 ടെസ്റ്റിനും കൂടി ആവറേജ് 76 കിട്ടി. ആവറേജ് 76, 4 ടെസ്റ്റിനും കൂടെ ആവറേജ് എത്ര കിട്ടി? 74 കിട്ടി. അയാൾ took 3 ടെസ്റ്റ് ഡ്യൂറിങ് ദ സെക്കൻഡ് ഇയർ. രണ്ടാം വർഷം എന്ത് ചെയ്തു? 3 ടെസ്റ്റ് എഴുതി. ആ 3 ടെസ്റ്റിലും കൂടെ അയാൾ സ്കോർ ചെയ്തത് 81 ആണ്. ആവറേജ് എന്ന് പറയുന്നത് 81 ആണ്. ആവറേജ് ആണ് 76ഉം 81ഉം. വാട്ട് വാസ് ഹിസ് ഓവറോൾ ആവറേജ് ഓഫ് ഫോർ ബോത്ത് ഇയേഴ്സ്? അങ്ങനെയാണെങ്കിൽ 2 വർഷത്തെ കൂടി ആവറേജ് എത്രയാണ്? ടോട്ടൽ ആവറേജ് എത്രയാണ്? ടോട്ടൽ ആവറേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ടോട്ടലാണ് അല്ലേ? ഫസ്റ്റ് ഇയർ ഇതേ ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ ഈക്വൽ ടു ആവറേജ് ഇൻറ്റു എൻ ആണ് അല്ലേ? നമ്പറാണ്. ഇവിടുത്തെ ആവറേജ് 76 ആണ്, ഇൻറ്റു എൻ 4 ആണ്. എത്ര കിട്ടും? 304 എന്ന് കിട്ടും. 304. അതേപോലെ ഇനി സെക്കൻഡ് ഇയറിലെ ടോട്ടൽ കണ്ടുപിടിക്കുക. സെക്കൻഡ് ഇയറിലെ ടോട്ടൽ ഈക്വൽ ടു ആവറേജ് ഇൻറ്റു എൻ. ഇവിടുത്തെ ആവറേജ് 81 ആണ്, ഇൻറ്റു എൻ എന്ന് പറയുന്ന 3 ആണ്. ആൻസർ കിട്ടും 243. ഇവിടുത്തെ ടോട്ടൽ 243. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ടോട്ടൽ 304ഉം സെക്കൻഡ് ഇയറിലെ ടോട്ടൽ 243ഉമാണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തേക്കും കൂടെ ടോട്ടൽ എത്ര കിട്ടും? ഫസ്റ്റ് ഇയറിലെ ടോട്ടൽ പ്ലസ് സെക്കൻഡ് ഇയറിലെ ടോട്ടൽ ഡിവൈഡ് ബൈ ഇവിടുത്തെ നമ്പർ എത്ര? ഫസ്റ്റ് ഇയറിൽ 4 ടെസ്റ്റ്, സെക്കൻഡ് ഇയറിൽ 3 ടെസ്റ്റ്. ടോട്ടൽ എത്ര ടെസ്റ്റ്? 7 ടെസ്റ്റ്. കൂട്ടി നോക്കുക. 4 3 7 4 5 547 ഡിവൈഡ് ബൈ 7 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ? ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. Anand has double the money of Bharat and Bharat has 50% more money than Chetan. If average money of all the 3 person is 12,000, how much money does Anand have? എന്താ പറഞ്ഞേക്കുന്നത്? ആനന്ദിന് ഭരത്തിൻ്റെ ഇരട്ടി കാശുണ്ട്. ആനന്ദിൻ്റെ കയ്യിൽ ഭരത്തിൻ്റെ ഇരട്ടി കാശുണ്ട്. ഭരത്തിനോ ചേതൻ്റെ കാശിനേക്കാൾ 50% കൂടുതൽ ഭരത്തിൻ്റെയിലുണ്ട്. ചേതൻ്റെ കാശിനേക്കാൾ 50% കൂടുതൽ ആരുടെയിലുണ്ട്? ഭരത്തിൻ്റെയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ 3 പേരുടെയും കൂടെ മണിയുടെ ആവറേജ് 12,000 ആണ്. 3 പേരുടെയും കൂടെ മണിയുടെ ആവറേജ് 12,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മണി ഡസ് ആനന്ദ് ഹാവ്? അങ്ങനെയാണെങ്കിൽ ആനന്ദിൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരിയിൽ തന്നേക്കുന്ന അനുസരിച്ച് നമുക്കൊന്ന് പറയാം. ചേതനേക്കാൾ ഏറ്റവും താഴെയുള്ള അത് ചേതനാണ് അല്ലേ? അപ്പോൾ ചേതൻ്റെ ക്യാഷിനെ നമുക്ക് എക്സ് എന്നെടുക്കാം. എന്താണ്? ചേതൻ്റെ ക്യാഷിനെ നമുക്ക് എക്സ് എന്നെടുക്കാം. ചേതൻ്റെ ക്യാഷ് എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത് ആരെയാ? ഭരത് അല്ലേ? ചേതൻ്റെ ക്യാഷ് എക്സ് ആണെങ്കിൽ ഭരത്തിൻ്റെ ക്യാഷ് എന്താ പറഞ്ഞത്? ചേതനേക്കാൾ 50% കൂടുതൽ. ചേതനേക്കാൾ. ഇതിപ്പം നമ്മൾ ഭരത്തിന് എക്സ് എന്ന് കൊടുക്കുവാണെങ്കിൽ ചേതൻ്റെയും ഭരത്തിൻ്റെയും ക്യാഷ് സെയിം ആണ് അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ചേതനേക്കാൾ 50% കൂടെ കൂടുതലാണെന്ന് പറയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചേതൻ്റെ ക്യാഷ് എക്സ് അല്ലേ? എക്സിൻ്റെ 50% കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? എക്സിൻ്റെ 50% എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു 15/100. എക്സ് ഇൻറ്റു 15/100. ഇതാണ് ഭരത്തിൻ്റെ ക്യാഷ്. ശരിയല്ലേ? ചേതന് എക്സ് ഉണ്ടെങ്കിൽ ഭരത്തിന് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 50 ഡിവൈഡ് ബൈ 100 എന്ന് വെച്ചാൽ ചേതനേക്കാൾ 50% കൂടെ അധികമുണ്ട്. മനസ്സിലായോ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത ആനന്ദിൻ്റെ ക്യാഷ് എന്താ പറഞ്ഞേക്കുന്നത്? ആനന്ദിൻ്റെ ക്യാഷ് ഭരത്തിൻ്റെ ക്യാഷിൻ്റെ ഡബിളാണ്. അപ്പോൾ ഇവിടുത്തെ ഭരത്തിൻ്റെ ക്യാഷ് ഒന്ന് കണ്ടുപിടിച്ചേ. എക്സ് പ്ലസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 50x ഡിവൈഡ് ബൈ 100 എന്ന് എഴുതാം അല്ലേ? 50x ഡിവൈഡ് ബൈ 100. ഈ 0 വെട്ടിക്കളയാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ a/b പ്ലസ് c/d ചെയ്ത് നോക്കുക. a/b പ്ലസ് c/d ചെയ്യുമ്പോൾ എത്ര കിട്ടും? ad പ്ലസ് cb ഡിവൈഡ് ബൈ bd എന്ന് കിട്ടും അല്ലേ? അതനുസരിച്ച് ഒന്ന് ചെയ്ത് നോക്കിയേ. 10x പ്ലസ് 5x ഡിവൈഡ് ബൈ 10. 15x ഡിവൈഡ് ബൈ 10. 15ഉം 10ഉം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
3/2 എന്ന് കിട്ടും. അപ്പം 3/2x അല്ലെങ്കിൽ 3x/2 എന്ന് കിട്ടും. ഇതാണ് ഭരതിൻ്റെ ക്യാഷ്. 3x/2 എന്നുള്ളതാണ് ഭരത്തിൻ്റെ ക്യാഷ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആനന്ദിന് ഭരത്തിനേക്കാൾ ഡബിളാണ് എന്ന് വെച്ചാൽ ഭരത്തിൻ്റെ ക്യാഷ് 3x/2 ആണ്. അതിൻ്റെ ഡബിളാണ് ആനന്ദിന് എന്ന് വെച്ചാൽ × 2 അല്ലേ. 2ഉം 2ഉം ക്യാൻസലായി ഇവിടെ 3x എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 3 പേരുടെയും ക്യാഷ് കിട്ടി. ചേതൻ എക്സ്, ഭരത്തിന് 3x/2, ആനന്ദിന് 3x. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇവരുടെ 3 പേരുടെയും ആവറേജ് തന്നിട്ടുണ്ട് 12,000 ആണ്. 3 പേരുടെയും കൂടെ ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ അല്ലേ. ഇവിടുത്തെ ആവറേജ് 12,000 ആണ്. ആവറേജ് 12,000 ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ എത്ര പേരുടെ? 3 പേരുടെ. ടോട്ടൽ ഡിവൈഡ് ബൈ 3. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ ഈക്വൽ ടു എത്ര കിട്ടും? 12,000 × 3. 12,000 × 3 36,000 എന്ന് കിട്ടും അല്ലേ. 36,000 എന്ന് കിട്ടും. ഈ 36,000 എന്ന് പറയുന്നത് എക്സും 3x/2ഉം 3xും കൂടെ കൂട്ടുന്നതാണ് അല്ലേ. ചേതൻ്റെ കാശും ഭരത്തിൻ്റെ കാശും ആനന്ദിൻ്റെ കാശും കൂടെ കൂട്ടുന്നതാണ് 36,000 എന്ന് പറയുന്ന ടോട്ടൽ അല്ലേ. ഭരത്തിൻ്റെ കാശ്, ചേതൻ്റെ ക്യാഷായ എക്സും ഭരത്തിൻ്റെ ക്യാഷായ 3x/2ഉം ആനന്ദിൻ്റെ കാശായ 3xും കൂടെ കൂട്ടുന്നതാണ് എത്രയാ? 36,000. മനസ്സിലായോ? ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എക്സ് കണ്ടുപിടിക്കുക. എങ്ങനെ എക്സ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, എക്സ് കണ്ടുപിടിക്കുന്നത് നോക്കാം. എത്ര പറഞ്ഞേക്കുന്നത്? ചേതൻ്റെ ക്യാഷായ എക്സ് പ്ലസ് ഭരത്തിൻ്റെ ക്യാഷായ 3x/2 പ്ലസ് ആനന്ദിൻ്റെ ക്യാഷായ 3x ഈക്വൽ ടു 36,000. ഓക്കെ, ഇനി കൂട്ടുക. എക്സ് പ്ലസ് 3x എത്ര കിട്ടും? 4x പ്ലസ് 3x/2 ഈക്വൽ ടു 36,000. ചെയ്ത് നോക്കിയേ. 24 8x പ്ലസ് 3x/2 ഈക്വൽ ടു 36,000. 8x പ്ലസ് 3x 11x ഈക്വൽ ടു 36,000 × 2 72,000. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 72,000 ഡിവൈഡ് ബൈ 11. 72,000/11. ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. 72,000 ഡിവൈഡ് ബൈ 11 എന്നുള്ളതാണ് നമ്മുടെ എക്സ്. എക്സ് എന്ന് പറയുന്ന ആരുടെ ക്യാഷാ? ചേതൻ്റെ ക്യാഷാണ്. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് മണി ഡസ് ആനന്ദിൻ്റെ കയ്യിൽ എത്ര രൂപ കാണും? ആനന്ദിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് 3x ആണ്. അങ്ങനെയാണെങ്കിൽ ആനന്ദിൻ്റെ ക്യാഷ് ഈക്വൽ ടു 3x ഈക്വൽ ടു 3 × 72,000 ഡിവൈഡ് ബൈ 11. 72,000 ഡിവൈഡ് ബൈ 11 ആൻസർ കിട്ടും 2,16,000/11. നമ്മുടെ ആൻസറിനകത്ത് ഈ രൂപത്തിൽ തന്നെയാണ് ആൻസർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൂടുതൽ ചെയ്യാതെ ഇങ്ങനെയാണ് ഇടുന്നത്. 2,16,000 ഡിവൈഡ് ബൈ 11 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5 years ago the average age of Rashi and Saurav was 20 years. Now the average age of Rashi, Saurav and Misha is 30 years. What will be the age of Misha after 50 years? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 5 വർഷത്തിന് മുമ്പ് റാഷിയുടെയും സൗരഭിൻ്റെയും ഏജിൻ്റെ ആവറേജ് 20 എന്നുള്ളതാണ്. മനസ്സിലായോ? 5 വർഷത്തിന് മുമ്പ് രാശിയുടെയും സൗരഭിൻ്റെയും വയസ്സിൻ്റെ ആവറേജ് 20 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം 2 വർഷത്തിന് മുമ്പ് അവർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു, 2 പേർക്കും കൂടെ എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് നോക്കാം. അന്നത്തെ ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ് അല്ലേ. അന്നത്തെ ആവറേജ് തന്നിട്ടുണ്ട് 20 ഇൻറ്റു എത്ര പേരുടെ? റാഷിയുടെയും സൗരഭിൻ്റെയും 2 പേരുടെ അല്ലേ. അപ്പോൾ 20 × 2 അന്നത്തെ അവരുടെ വയസ്സിൻ്റെ ഏജിൻ്റെ ടോട്ടൽ. 2 പേരുടെയും കൂടെ വയസ്സ് കൂട്ടുന്നത് 5 വർഷത്തിന് മുമ്പ് 2 പേരുടെയും കൂടെ വയസ്സ് കൂട്ടുന്നത് എത്രയായിരുന്നു? 40 ആയിരുന്നു.
രണ്ടുപേരുടെയും കൂടെ വയസ്സ് 5 വർഷത്തിന് മുമ്പ് കൂട്ടുന്നത് 40 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 5 വർഷത്തിന് മുമ്പ് അവരുടെ രണ്ടുപേരുടെ വയസ്സ് കൂട്ടുന്നത് 40 ആയിരുന്നെങ്കിൽ രാശിയുടെയും സൗരഭിൻ്റെയും വയസ്സ് കൂട്ടുന്നത് 40 ആയിരുന്നെങ്കിൽ 5 വർഷത്തിന് മുമ്പ് 40 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ വയസ്സ് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വയസ്സ് കിട്ടും? 5 വർഷത്തിന് മുമ്പ് രണ്ടുപേരുടെയും കൂടെ വയസ്സ് കൂട്ടുമ്പോൾ 40 കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റിൽ അവരുടെ രണ്ടുപേരുടെയും കൂടെ വയസ്സ് കൂട്ടുമ്പോൾ എത്ര കിട്ടും? രണ്ടുപേർക്കും 5 വയസ്സ് വീതം കൂടി അല്ലേ? അപ്പോൾ ടോട്ടല് 10 കൂടി 40 + 10 ടോട്ടല് 50 എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രസൻറ്റിൽ ഈ സമയത്ത് അവരുടെ രണ്ടുപേരുടെയും കൂടെ വയസ്സിൻ്റെ ഏജിൻ്റെ സം എന്ന് പറയുന്നത് 50 കിട്ടി. 50 കിട്ടി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 5 വർഷത്തിന് മുമ്പുള്ള ആവറേജ് തന്നിട്ടുണ്ട്, അതിൽ നിന്നും നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. 5 വർഷത്തിന് മുമ്പുള്ള ആവറേജ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. 5 വർഷത്തിന് മുമ്പ് രണ്ടുപേർക്കും കൂടി 40 വയസ്സുണ്ടായിരുന്നു, ഇപ്പോൾ രണ്ടുപേർക്കും 5 വയസ്സ് വീതം കൂടി അല്ലേ? എന്ന് വെച്ചാൽ ടോട്ടൽ 10 വയസ്സ് കൂടി. 40 + 10 50 വയസ്സ് രണ്ടുപേർക്കും ഇപ്പോളായി അല്ലേ പ്രസൻറ്റിൽ. Now the average age of Rashi, Saurabh and Misha is 30 years. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പോൾ 3 പേരുണ്ട്. ഇപ്പോൾ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അവരുടെ 3 പേരുടെ ഏജിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 30 ആണ്. നോക്കാം, ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ. അങ്ങനെയാണെങ്കിൽ 3 പേരുടെയും കൂടെ പ്രായം ഇപ്പോഴത്തെ 3 പേരുടെയും കൂടെ പ്രായം കൂട്ടുന്ന എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ ഈക്വൽ ടു ആവറേജ് ഇൻറ്റു n അല്ലേ? ആവറേജ് ഇവിടെ എത്രയാ? 30 ആണ്. ഇൻറ്റു 3 നമുക്ക് ആൻസർ കിട്ടും 90 എന്ന് കിട്ടി. ഇപ്പോൾ 3 പേരുടെയും കൂടെ പ്രായം രാശിയുടെയും സൗരഭിൻ്റെയും മിഷാലിൻ്റെയും കൂടെ ഇപ്പോഴത്തെ പ്രായം 3 പേരുടെയും കൂടെ കൂട്ടുന്നത് എത്ര കിട്ടി? 90 എന്ന് കിട്ടി. നോക്കിയേ, ഇത് രണ്ടിൽ നിന്നും നമുക്ക് ആരുടെ ഏജ് കണ്ടുപിടിക്കാം? മിഷാലിൻ്റെ ഏജ് കണ്ടുപിടിക്കാം അല്ലേ? മിഷയുടെ ഏജ് കണ്ടുപിടിക്കാം അല്ലേ? ഇതിൽ രണ്ടിൽ നിന്നും നമുക്ക് ആരുടെ ഏജ് കണ്ടുപിടിക്കാം? മിഷയുടെ ഏജ് കണ്ടുപിടിക്കാം. കാരണം എന്താ? R+S രാശിയുടെയും സൗരഭിൻ്റെയും കൂടെ പ്രായം 50 ആണ്. രാശിയുടെയും സൗരഭിൻ്റെയും കൂടെ പ്രായം 50 ആണ്. ആ 50ൻ്റെ കൂടെ മിഷയുടെ പ്രായം കൂടെ കൂട്ടുമ്പോഴാണ് 90 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മിഷയുടെ പ്രായം എത്രയാ? 90 - 50 40 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇപ്പോഴത്തെ മിഷയുടെ പ്രായം എന്ന് പറയുന്നത് 40 ആണ്. ഇപ്പോഴത്തെ മിഷയുടെ പ്രായം എന്ന് പറയുന്നത് 40 ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? വാട്ട് വിൽ ബി ദ ഏജ് ഓഫ് മിഷ ആഫ്റ്റർ 50 ഇയേഴ്സ്? 15 വർഷം കഴിയുമ്പോൾ മിഷയുടെ പ്രായം എന്ത്? ഇപ്പോൾ 40 വയസ്സാണെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ 40 + 15 ആൻസർ കിട്ടും 55. ഓക്കെ ആണോ? ഓപ്ഷൻ ബി. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, a cyclist rides 24 km at 60 km/h and a further 36 km at 50 km/h. Find his average speed of the journey. എന്താ പറഞ്ഞേക്കുന്നത്? ഇത് നോക്കിയേ, ഒരു സൈക്ലിസ്റ്റ് ആദ്യത്തെ 24 കിലോമീറ്റർ 16 km/h സ്പീഡിൽ പോയി. 16 km/h സ്പീഡിൽ കവർ ചെയ്തു. അടുത്ത 36 കിലോമീറ്റർ ഏത് സ്പീഡിലാണ് പോയത്? 15 km/h സ്പീഡിലാണ് പോയത്. മനസ്സിലായോ? ഒരു സൈക്ലിസ്റ്റ് 24 കിലോമീറ്റർ 16 km/h സ്പീഡിലും 36 കിലോമീറ്റർ 15 km/h സ്പീഡിലുമാണ് പോയത്. ഫൈൻഡ് ഹിസ് ആവറേജ് സ്പീഡ് ഓഫ് ദി ജേണി. അങ്ങനെയാണെങ്കിൽ ഈ ജേണിയുടെ ഈ മൊത്തം യാത്രയുടെ ആവറേജ് സ്പീഡ് എന്ത്? സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ, ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 24 + 36. അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്, 24 + 36. ഇനി ഇവിടുത്തെ ടോട്ടൽ ടൈം എത്ര സമയം എടുത്ത് കാണും? നമുക്ക് ഈ പോയിന്റ് കൊടുക്കാം, ABC. നോക്കേ, എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ എത്ര സമയം എടുത്തു? എങ്ങനെ കണ്ടുപിടിക്കാം? എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ എത്ര സമയം എടുത്തു എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 24 കിലോമീറ്റർ 16 km/h സ്പീഡിലാണ് പോയത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്.
ഓക്കെ, ഇവിടുത്തെ സ്പീഡ് 16 16 ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയായിരുന്നു 24 ബൈ ടൈമാണ്. ഇതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കുക. ടൈം ഈക്വൽ ടു 24/16. 24/16 നമുക്ക് ചെറുതാക്കുമ്പോൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3/2 ഹവർ. 3/2 ഹവർ. അപ്പോൾ 3/2 ഹവർ എടുത്തു. 3/2 ഹവർ എടുത്തു, സമയമെടുത്തു എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ. മനസ്സിലായോ? എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ എത്ര സമയമെടുത്തു? 3/2 ഹവർ എടുത്തു. ഇനി നോക്കിയേ, രണ്ടാമത്തെ കേസിൽ 36 കിലോമീറ്റർ 15 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ പോയെങ്കിൽ എത്ര സമയമെടുത്തു കാണും? നോക്കിയേ, സ്പീഡ് ഈക്വൽ ടു d/t അല്ലേ? ഇവിടുത്തെ സ്പീഡ് 15 15 ഈക്വൽ ടു ഡിസ്റ്റൻസ് 36 ബൈ ടി. ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. 36/15. 36/15 എത്ര കിട്ടും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12/5 എന്ന് കിട്ടും. 12/5 മണിക്കൂർ. 12/5 മണിക്കൂർ. അപ്പം 12/5 മണിക്കൂർ എടുത്തു ബിയിൽ നിന്നും സിയിലെത്താൻ. മനസ്സിലായോ? എയിൽ നിന്നും ബിയിലെത്താൻ 3/2 മണിക്കൂർ എടുത്തു. ഇനി ബിയിൽ നിന്ന് സിയിലെത്താൻ 12/5 മണിക്കൂർ എടുത്തെങ്കിൽ ടോട്ടൽ എയിൽ നിന്ന് തുടങ്ങി സിയിലെത്താൻ എത്ര സമയമെടുത്ത് കാണും? 3/2 ഹവർ പ്ലസ് 3/2 ഹവർ പ്ലസ് 12/5 ഹവർ. 12/5 ഹവർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സ്പീഡ് കിട്ടും. ഈ ദൂരം എത്ര സ്പീഡിലാണ് കവർ ചെയ്തതെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, മേളിൽ ചെയ്യുമ്പോൾ മേളിൽ 24 + 36 ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടും. താഴെ എത്ര കിട്ടും നോക്കിയേ? 5 × 3 15 പ്ലസ് 12 × 2 24/10. ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടുന്നതെന്ന് അറിയാമല്ലോ. ദെൻ അത് കഴിഞ്ഞിട്ട് 60/15 + 24 39. 39/10. ഓക്കെ, ചെയ്യുന്ന എങ്ങനെ? 60 ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എങ്ങനെ? 60/39/10. രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തെ ഫ്രാക്ഷനെ തിരിച്ചിട്ട് ഗുണിക്കണം. ഗുണിക്കുമ്പം 600/39. ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 15.38 എന്ന ആൻസർ കിട്ടും. 15.38. ഓപ്ഷൻ എ കിലോമീറ്റർ പെർ ഹവർ സ്പീഡ്. ഓക്കെ, മനസ്സിലായോ? ആദ്യത്തെ ദൂരം അയാൾ കുറച്ച് സ്പീഡിൽ കവർ ചെയ്തു, രണ്ടാമത്തെ ദൂരവും കുറച്ച് സ്പീഡിൽ കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്പീഡ് കാണാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ആവറേജ് സാലറി ഓഫ് ഓൾ വർക്കേഴ്സ് ഓഫ് ദി വർക്ക്ഷോപ്പ് ഈസ് 6,000. The average salary of 7 technicians is 8,000 and average salary of the rest is 4,000. The total number of workers in the workshop is. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു വർക്ക്ഷോപ്പിൽ കുറേ പണിക്കാരുണ്ട്. എത്ര പണിക്കാരാണെന്ന് അറിയില്ല, കുറേ പണിക്കാരുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ എണ്ണം, നമ്പർ ഓഫ് വർക്കേഴ്സ് എന്നുള്ളത് നമുക്ക് എക്സാക്റ്റ് എടുക്കുകയാണെങ്കിൽ, നമ്പർ ഓഫ് വർക്കേഴ്സ് എക്സ് ആണെങ്കിൽ നമുക്ക് പറയാം ഈ കമ്പനിയിലെ ഈ വർക്ക്ഷോപ്പിലെ എക്സ് നമ്പേഴ്സ് അല്ലെങ്കിൽ എക്സ് പണിക്കാരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 6,000 ആവറേജ് സാലറി 6,000 അതിൽ 7 ടെക്നീഷ്യന്മാരുടെ ആവറേജ് സാലറി 8,000 7 ടെക്നീഷ്യന്മാരുടെ ആവറേജ് സാലറി 8,000 അതിൽ ബാക്കിയുള്ള ഈ എക്സിനകത്ത് 7 പേരുടെ സാലറി, ആവറേജ് സാലറി 8,000 ഈ 7 പേര് പോയിട്ട് ബാക്കിയുള്ള അത്രയും ആളുകളുടെ എന്ന് വെച്ചാൽ എക്സിൽ നിന്നും 7 പോയ ബാക്കി എല്ലാവരുടെയും സാലറി, ആവറേജ് സാലറി എന്ന് പറയുന്നത് 4,000 ആണെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ വർക്ക്ഷോപ്പ്, ഈ വർക്ക്ഷോപ്പിൽ എത്ര ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്? മനസ്സിലായോ? ഒരു വർക്ക്ഷോപ്പിൽ കുറച്ച് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 6,000 അതിൽ 7 ടെക്നീഷ്യന്മാരുടെ ആവറേജ് സാലറി 8,000 ഈ 7 പേരൊഴികെ ബാക്കി എല്ലാവരുടെയും ആവറേജ് സാലറി 4,000 ആണെങ്കിൽ ഇവിടെ എത്ര വർക്കേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആവറേജ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ വർക്ക്ഷോപ്പിലെ മുഴുവൻ ആൾക്കാരുടെയും ടോട്ടൽ സാലറി എത്ര ആണെന്ന് കണ്ടുപിടിക്കാം.
മുഴുവൻ ആൾക്കാരുടെയും ടോട്ടൽ സാലറി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആവറേജ് ആണ് തന്നേക്കുന്നത്. ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ബൈ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആവറേജ് ഇൻറ്റു എൻ ചെയ്യണം. ആവറേജ് ഇൻറ്റു എൻ. ഇവിടുത്തെ ആവറേജ് 6000 ആണ്. എൻ എന്ന് പറയുന്ന എക്സ് ആണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എന്ത് കിട്ടും നമുക്ക്? 6000 ഇൻറ്റു എക്സ്. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ, 6000 എക്സ്. അപ്പോൾ ആ വർക്ക്ഷോപ്പിലെ മുഴുവൻ ആൾക്കാരുടെയും ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 6000 ആണ്. ആ വർക്ക്ഷോപ്പിലെ മുഴുവൻ ആൾക്കാരുടെയും ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 6000 രൂപയാണ്. ഇനി ഇതിൽ നിന്നും നമുക്ക് തന്നിട്ടുണ്ട് അതിലെ 7 ടെക്നീഷ്യന്മാരുടെ ആവറേജ് സാലറി 8000 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നും ആ വർക്ക്ഷോപ്പിലെ 7 ടെക്നീഷ്യന്മാർക്ക് ആകെ എത്ര രൂപ കൊടുക്കുന്നതെന്ന് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ? 8000 ഇൻറ്റു 7. ടോട്ടൽ കിട്ടാൻ എന്ത് ചെയ്യണം? ആവറേജ് ഇൻറ്റു എൻ ചെയ്യണം അല്ലേ? നമ്പർ ചെയ്യണം. ആവറേജ് എന്ന് പറയുന്നത് 8000 ആണ്, നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കിട്ടും 56000. എത്ര കിട്ടും? 56000 എന്ന് ടോട്ടൽ കിട്ടും. അപ്പോൾ ഈ 56000 രൂപ 7 പേർക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ബാക്കി ബാക്കിയുള്ളവർക്ക് എത്ര കൊടുക്കുന്നുണ്ട്? 4000 ഇൻറ്റു x-7 അല്ലേ? ബാക്കിയുള്ളവർക്ക് ടോട്ടൽ എത്ര രൂപ കൊടുക്കുന്നുണ്ട്? 4000 - x-7. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് അകത്തേക്ക് കയറ്റി ഗുണിക്കാം. 4000 എക്സ് മൈനസ് 7 4 28 28,000. മനസ്സിലായോ? ഓക്കെ, ഇത് ഇത്രയാണ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഒരു വർക്ക്ഷോപ്പിൽ എക്സ് ആൾക്കാരുണ്ട്. അതിൽ 7 പേർക്ക് നമ്മൾ കൊടുക്കുന്നത് 56000 രൂപ. 7 പേർക്ക് കൊടുക്കുന്നത് 56000 രൂപ. ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് 4000 എക്സ് മൈനസ് 28000 രൂപ. അങ്ങനെയാണെങ്കിൽ ആ വർക്ക്ഷോപ്പിൽ ടോട്ടൽ നമ്മൾ കൊടുക്കുന്നത് 6000 എക്സ് ആണ്. എന്ന് വെച്ചാൽ ഇത് നോക്കി, 7 പേർക്ക് കൊടുക്കുന്ന 56000 രൂപയും പ്ലസ് അതിൻ്റെ കൂടെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ക്യാഷും കൂടെ കൂട്ടിയാൽ ബാക്കിയുള്ളവർക്ക് എത്ര കൊടുക്കുന്നത്? 4000 എക്സ് മൈനസ് 28000 രൂപ. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ വർക്ക്ഷോപ്പിൽ നമ്മൾ ആകെ കൊടുക്കുന്ന സാലറിയായ 6000 എക്സ് കിട്ടും അല്ലേ? മനസ്സിലായോ? ആ വർക്ക്ഷോപ്പിൽ ആകെ ഉള്ളവർക്ക് കൊടുക്കുന്നത് 6000 എക്സ് ആണ്. അതിൽ 7 പേർക്ക് കൊടുക്കുന്നത് കൂട്ടുമ്പോൾ 56000 കിട്ടും. ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് 4000 എക്സ് മൈനസ് 28000 എക്സ് ആണ്. എന്നുവെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക്ഷോപ്പിലെ ആകെ കൊടുക്കുന്ന ആൾക്കാരുടെ ശമ്പളം അറിയാം. ഓക്കെ ആണോ? 56000 മൈനസ് ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 56000 മൈനസ് 28000 എത്ര കിട്ടും? 56000 മൈനസ് 28000 ആൻസർ കിട്ടും 28000. എത്ര കിട്ടും? 28000. 28000 ഈക്വൽ ടു ഈ 4000 എക്സിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത് മൈനസ് ആകും. 6000 എക്സ് മൈനസ് 4000 എക്സ് 2000 എക്സ് എന്ന് കിട്ടി. 2000 എക്സ്. ഓക്കെ ആണോ? പറഞ്ഞ ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ? അപ്പോൾ 28000 ഈക്വൽ ടു 2000 എക്സ് എന്ന് കിട്ടി. 28000 ഈക്വൽ ടു 2000 എക്സ് എന്ന് കിട്ടി. അതിൽ നിന്നും എക്സ് ഈക്വൽ ടു 28000 ഡിവൈഡ് ബൈ 2000. 28000 ഡിവൈഡ് ബൈ 2000 ക്യാൻസൽ ചെയ്ത് നോക്കിയേ, ആൻസർ കിട്ടും 14 എന്ന് കിട്ടും. ആൻസർ 14 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 14 ആൾക്കാർ അതിനകത്തിലുണ്ട്. ആ വർക്ക്ഷോപ്പിൽ എത്ര ആൾക്കാരുണ്ട്? മൊത്തത്തിൽ 14 ആൾക്കാരുണ്ട്. ഈ 14 പേരിനകത്തിൽ 7 ടെക്നീഷ്യന്മാർക്ക് കിട്ടുന്ന ക്യാഷാണ് 56000 രൂപ. മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ക്യാഷാണ് നമ്മൾ താഴെ കൊടുത്തിരുന്നത്. ഇവർ രണ്ടുപേരുടെയും കൂടെ ക്യാഷ് കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ 14 പേർക്ക് എത്ര രൂപ കിട്ടുന്നതെന്ന് കണ്ടുപിടിച്ചത്. 6000 എക്സ്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. എ കമ്പനി പ്രൊഡ്യൂസസ് ആൻ ആവറേജ് ഓഫ് 4000 items per month for the first 3 months. How much items it must produce on an average per month over the next 9 months to average 4375 items per month over the whole year? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു കമ്പനിയിൽ ആദ്യത്തെ 3 മാസം, ഫസ്റ്റ് 3 മാസം എന്ത് ചെയ്തു? ആവറേജ് പ്രൊഡക്ഷൻ 4000 ആയിരുന്നു
ആവറേജ് പ്രൊഡക്ഷൻ എത്രയാണ്? 4000 ആണ്. ഒരു കമ്പനിയിലെ ആദ്യത്തെ 3 മാസത്തെ ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 4000 ആണ്. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയിലെ ആദ്യത്തെ 3 മാസത്തെ ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയായിരിക്കും? ശരാശരിയാണ് അവർ 4000 തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 മാസത്തെ അവിടുത്തെ ആകെ പ്രോഡക്ട്സ് എത്രയായിരിക്കും? 4000 × 3. 4000 × 3 നമുക്ക് 12000 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ. ഹൗ മച്ച് ഐറ്റം ഇറ്റ് മസ്റ്റ് പ്രൊഡ്യൂസ് ഓൺ ആൻ ആവറേജ് പെർ മന്ത് ഓവർ ദ നെക്സ്റ്റ് 9 months. അടുത്ത 9 മാസം, 3 മാസത്തെ കണക്ക് നമ്മളിപ്പോൾ എടുത്തു. 3 മാസം ആവറേജ് 4000 പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ടോട്ടൽ 3 മാസം 12000 പ്രോഡക്റ്റ് ഉണ്ടാക്കി. ടോട്ടൽ 3 മാസം കൊണ്ട് 12000 പ്രോഡക്റ്റ് ഉണ്ടാക്കി. അടുത്ത 9 മാസം കൊണ്ട് എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലാണ് ഈ 3 മാസത്തെ ആവറേജ് 4000 അല്ലേ? എത്ര പ്രോഡക്റ്റ് അടുത്ത 9 മാസം എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലാണ് ഒരു വർഷം അല്ലേ? 9 + 3 ഒരു വർഷമായി, 12 മാസമായി. ഈ 12 മാസം കൊണ്ട് നമ്മുടെ ആവറേജ് 4375 ആകുന്നത്. മനസ്സിലായ ക്വസ്റ്റ്യൻ? എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ 3 മാസം 4000 ആവറേജ് ഉണ്ടായിരുന്നു. പ്രൊഡക്ഷനിൽ 4000 ആണ് ആവറേജ് ഉണ്ടായിരുന്നത്. അടുത്ത 9 മാസം എത്ര ആവറേജ് എടുത്താലാണ് നമുക്ക് 12 മാസത്തെ ഒരു വർഷത്തെ ആവറേജ് 4375 കിട്ടുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അതിന് ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ 3 മാസത്തെ ആവറേജ് 4000 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ടോട്ടൽ പ്രോഡക്ട്സ് കണ്ടുപിടിച്ചു, 12000 പ്രോഡക്ട്സ്. അടുത്ത 12 മാസത്തെ ആവറേജ് തന്നിട്ടുണ്ട്, 4375 ആകണം. 4375 ആകണമെങ്കിൽ ഈ 12 മാസം എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കണം? 4375 × 12 ചെയ്യണം അല്ലേ? എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കണം? 52500 അല്ലേ? 52500 പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലാണ്, 52500 പ്രോഡക്റ്റ് ഒരു വർഷം ഉണ്ടാക്കിയാലാണ് ആ വർഷത്തെ ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 4375 ആകത്തുള്ളൂ അല്ലേ? ഓക്കെ. 52500-നകത്തിൽ ആദ്യത്തെ 3 മാസം നമ്മൾ എത്ര ഉണ്ടാക്കി? 12000 ഉണ്ടാക്കി. ബാക്കി 9 മാസം കൊണ്ട് നമ്മൾ എത്ര ഉണ്ടാക്കണം? എങ്ങനെ കണ്ടുപിടിക്കും? 52500 - 12000. 52500 - 12000 ആൻസർ കിട്ടും 40500 എന്ന് കിട്ടും. 40500. മനസ്സിലായോ? ആദ്യത്തെ 3 മാസം 12000 പ്രോഡക്റ്റ് ഉണ്ടാക്കി. അടുത്ത 12 മാസം എന്ന് വെച്ചാൽ അടുത്ത വർഷം, ഒരു വർഷത്തിൽ 4375 ആവറേജ് കിട്ടണമെങ്കിൽ 52500 പ്രോഡക്ട്സ് ഉണ്ടാക്കണം. 52500 പ്രോഡക്ട്സ് ഒരു വർഷം ഉണ്ടാക്കണം. ഒരു 3 മാസത്തെ ആദ്യത്തെ 3 മാസം കൊണ്ട് 12000 പ്രോഡക്റ്റ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ബാക്കി 9 മാസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടത് 40500 പ്രോഡക്ട്സ് ഉണ്ടാക്കണം. അടുത്ത 9 മാസം കൊണ്ട് 40500 പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായോ? അടുത്ത 9 മാസം കൊണ്ട് 40500 പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്ന് വെച്ചാൽ ഈ 9 മാസത്തെ ആവറേജ്, 9 മാസം 40500, മനസ്സിലായല്ലോ? 40500 പ്രോഡക്ട്സ് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ 9 മാസത്തെ ആവറേജ് എത്രയാണ്? 40500 ഡിവൈഡഡ് ബൈ 9. 40500 ഡിവൈഡ് ബൈ 9 ആൻസർ കിട്ടും 4500. 4500 എന്ന ആവറേജ് കിട്ടും. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആദ്യത്തെ 3 മാസത്തെ ആവറേജ് 4000 ആണ് എന്ന് വെച്ചാൽ ആദ്യത്തെ 3 മാസം 12000 പ്രോഡക്റ്റ് ഉണ്ടാക്കി. ഇനി ഒരു വർഷത്തെ ആവറേജ് തന്നിട്ടുണ്ട്, അത് 4375 ആകണമെങ്കിൽ ആ മാസം എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കണം? ആ ഒരു വർഷം എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കണം? 52500 പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ആദ്യത്തെ 3 മാസം 12000 പ്രോഡക്റ്റ് ഉണ്ടാക്കിയെങ്കിൽ ബാക്കി 9 മാസം കൊണ്ടാണ് 40500 പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ടത്. 40500 പ്രോഡക്റ്റ് അടുത്ത 9 മാസത്തെ ഉണ്ടാക്കണമെങ്കിൽ ആ 9 മാസത്തെ ശരാശരി എന്താകണം? 40500 ഡിവൈഡ് ബൈ 9, 4500 എന്ന് കിട്ടണം. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സർട്ടൻ ഫാക്ടർ എംപ്ലോയിഡ് 600 men and 400 women and the average wage was 2.55 per day. If a woman got 50 paisa less than a man, what were their daily wages? 600 മെന്നും
400 വുമണും ജോലി ചെയ്യുമ്പോൾ അവർക്കൊരു ദിവസം പെർ ഡേ ഒരു ദിവസത്തെ ആവറേജ് വേജ് എന്ന് പറയുന്നത് 2.5 ആണ്, 2.55 ആണ്. അവർക്ക് ആവറേജ് ഒരു ദിവസം കിട്ടുന്ന വേജ് ശമ്പളം എന്ന് പറയുന്നത് 2.55 ആണ്. ഇഫ് എ വുമൺ ഗോട്ട് 50 പൈസ ലെസ് ദാൻ എ മാൻ, ഇവിടെ വുമണിന് 50 പൈസ കുറവാണ്, മെന്നിനേക്കാൾ 50 പൈസ കുറവാണെങ്കിൽ വാട്ട് വെയർ ദെയർ ഡെയിലി വേജസ്, എന്തായിരിക്കും അവർക്ക് ദിവസേന കിട്ടുന്ന ശമ്പളം? മനസ്സിലായോ? ഒരു കമ്പനിയിൽ 600 മെന്നും 400 വുമണും ജോലി ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ടോട്ടൽ 1000 പേർ ആ ജോലി ചെയ്യുന്നുണ്ട്, 1000 പേർ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ആവറേജ് എന്ന് പറയുന്നത് 2.55 ആണ്. അവരുടെ ആവറേജ് 2.55 ആണ്. ആവറേജ് 2.55 വേജാണ്. അവരുടെ ശമ്പളത്തിൻ്റെ ആവറേജ് 2.55 ആണ്. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ദിവസം ടോട്ടൽ ഈ 1000 പേർക്ക് ഒരു ദിവസം ടോട്ടൽ എത്ര രൂപ കൊടുക്കുന്നുണ്ട്? 2.55 ഇൻറ്റു 1000 അല്ലേ? ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്പർ ഇൻറ്റു ആവറേജ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2550 രൂപ എന്ന് കിട്ടും. 2550 രൂപയാണ് ഈ 1000 പേർക്ക് ഒരു ദിവസം ടോട്ടൽ കൊടുക്കുന്നത്. 1000 പേർക്കും കൂടി ടോട്ടൽ എത്ര കൊടുക്കുന്നുണ്ട്? 2550 രൂപയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അപ്പോൾ മൊത്തം 1000 പേർക്ക് കൊടുക്കുന്ന ശമ്പളമാണ് ഒരു ദിവസം 2550 രൂപ. നോക്കിയേ, അതിൽ മെന്നിനേക്കാൾ 50 പൈസ കുറവാണ് വുമണിന് അല്ലേ? അപ്പോൾ ഒരു വുമണിന് കൊടുക്കുന്ന ശമ്പളം എക്സ് ആണെങ്കിൽ, ഒരു വുമണിന് കൊടുക്കുന്ന ശമ്പളം എക്സ് ആണെങ്കിൽ മെന്നിന് എത്ര രൂപ കൊടുക്കുന്നുണ്ട്? എക്സ് പ്ലസ് 50 പൈസ അല്ലേ? എക്സ് പ്ലസ് 50 പൈസ. പൈസ ആയതുകൊണ്ട് നമുക്കിതിനെ 0.5 എന്ന് എഴുതാം. പൈസ ആയതുകൊണ്ട് നമുക്കിതിനെ എന്തെന്ന് എഴുതാം? 0.5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 0.50. കാരണം പൈസ അല്ലേ, നമ്മൾ രൂപ എന്നാണ് എടുക്കുന്നത്. ഡബ്ല്യു എന്ന് പറയുന്നത് എക്സ് രൂപ കിട്ടും. വുമണിന് എക്സ് രൂപ കിട്ടുന്നെങ്കിൽ മെന്നിന് എത്ര കിട്ടും? ആ എക്സ് രൂപയുടെ കൂടെ 50 പൈസ കൂടുതലാണ്. 50 പൈസയാണ്, രണ്ടും രണ്ടാണ് അല്ലേ? രൂപയും പൈസയും. അതുകൊണ്ടാണ് നമ്മൾ 0.15 എന്നിട്ടത്. ഓക്കെ, ഇനി നോക്കാം. 600 വുമണിന് എത്ര രൂപ കിട്ടും? ഒരു വുമണിന് എക്സ് രൂപ കിട്ടുന്നെങ്കിൽ ഒരു വുമണിന് എക്സ് രൂപ കിട്ടുന്നെങ്കിൽ 400 വുമണിന് എത്ര രൂപ കിട്ടും? 400 ഇൻറ്റു എക്സ് അല്ലേ? ഒരു ദിവസം ഒരു വുമണിന് എക്സ് രൂപയാണെങ്കിൽ 400 വുമണിന് എത്ര രൂപ കിട്ടും? 400 എക്സ് കിട്ടും അല്ലേ? പ്ലസ് അതിൻ്റെ കൂടെ ഒരു മെന്നിന് എക്സ് പ്ലസ് 0.5 രൂപയാണെങ്കിൽ 600 മെന്നിന് എത്ര കിട്ടും? 600 ഇൻറ്റു എക്സ് പ്ലസ് 0.5 അല്ലേ? മനസ്സിലായോ? ഒരു മെന്നിന് എക്സ് പ്ലസ് 0.50 പൈസയാണെങ്കിൽ 600 മെന്നിനും കൂടെ 600 ഇൻറ്റു എക്സ് പ്ലസ് 0.5 കിട്ടും. അങ്ങനെ ടോട്ടൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ടോട്ടൽ കിട്ടുന്നതാണ് 2550 രൂപ. മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് ചെയ്ത് നോക്കിയേ. 400 എക്സ് പ്ലസ് 600 ഇൻറ്റു എക്സ്, ആദ്യമേ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ? 600 ഇൻറ്റു എക്സ് 600 എക്സ് പ്ലസ് 600 ഇൻറ്റു 0.5, 600 ഇൻറ്റു 0.5 എത്ര കിട്ടും? 300 രൂപ എന്ന് കിട്ടും. 600 ഇൻറ്റു 0.5 നമുക്ക് 300 രൂപ എന്ന് കിട്ടും. ഈക്വൽ ടു 2550. 2550. 400 എക്സും 600 എക്സും കൂടെ 1000 എക്സ് കിട്ടും. 1000 എക്സ് ഈക്വൽ ടു 1000 എക്സ് ഈക്വൽ ടു ഈ പ്ലസ് 300 അപ്പുറത്ത് പോകുന്നു, ഇങ്ങനെ മൈനസ് 300 ആവും. 2550 മൈനസ് 300 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും? 1000 എക്സ് ഈക്വൽ ടു 2250 എന്ന് കിട്ടും. 2250 എന്ന് കിട്ടും. 1000 എക്സ് ആണ് 2250 എങ്കിൽ 1000 എക്സ് 2250 ആണെങ്കിൽ ഒരു എക്സ് എത്ര കിട്ടും? എക്സ് ഈക്വൽ ടു 2250 ഡിവൈഡഡ് ബൈ 1000. ആൻസർ കിട്ടും 2.250 എന്ന് ആൻസർ കിട്ടും അല്ലേ? എക്സ് എന്ന് പറയുന്നത് 2.250 കിട്ടും. എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തേക്കുന്നത്? വുമണിൻ്റെ ശമ്പളമാണ്. വുമണിൻ്റെ ശമ്പളം 2 രൂപ 250 പൈസ. നോക്കേ, വുമണിൻ്റെ ശമ്പളം 2 രൂപ 250 പൈസ. അതേ നോക്കേ, വുമണിൻ്റെ ശമ്പളം 2 രൂപ 250 പൈസ. കണ്ടോ?
2 രൂപ 250 പൈസ വുമൻ്റെ. അതിനെക്കാട്ടി 50 പൈസ കൂടുതലാണ് മെന്നിന്. നോക്കിയേ, 50 പൈസ കൂടുമ്പോൾ 250 പ്ലസ് 50 750 എന്ന് കിട്ടും അല്ലേ. സോറി, 250 അല്ല, 0.25 കേട്ടോ. 0.25 എന്ന് വെച്ചാൽ 25 പൈസ. 0.25ൻ്റെ കൂടെ 0.50 കൂട്ടുമ്പോൾ 0.75. മെന്നിൻ്റെ കാശ് 2.75. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ആവറേജ് റൺ സ്കോർഡ് ബൈ എ ക്രിക്കറ്റർ ഇൻ 42 ഇന്നിങ്സ് ഈസ് 30. ഓക്കെ, 42 ഇന്നിങ്സിലായിട്ട് ആവറേജ് കിട്ടിയ സ്കോറാണ് 30 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 42 ഇന്നിങ്സിനും കൂടെ ടോട്ടൽ എത്ര കിട്ടി കാണും? 42 × 30 അല്ലേ. 23 6 4 3 12 1260 എന്ന് കിട്ടും അല്ലേ. അപ്പം 42 റൺസിൻ്റെ ആദ്യത്തെ വരിയിൽ നിന്ന് നമുക്ക് അത്രയും മനസ്സിലാകും. 42 ഇന്നിങ്സിലെ 30 എന്ന് പറയുന്ന 42 ഇന്നിങ്സിനും കൂടി ആവറേജ് 30 റണ്ണ് സ്കോർ ചെയ്തു എന്ന് വെച്ചാൽ 42 ഇന്നിങ്സിൽ 1260 റൺ എടുത്തു. The difference between his maximum and minimum score in an innings is 100. അയാളുടെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടിയ സ്ക്വയറും ഏറ്റവും കുറഞ്ഞ സ്ക്വയറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 100 അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ക്വയറും ഏറ്റവും ലോവസ്റ്റ് സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 100. ഇഫ് ദീസ് 2 ഇന്നിങ്സ് ആർ നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ, ഈ 2 ഇന്നിങ്സിനെ അദ്ദേഹം കൺസിഡർ ചെയ്യാതെ എന്ന് വെച്ചാൽ 42 ഇന്നിങ്സിൽ നിന്നും ഈ 2 ഇന്നിങ്സിന് ഏറ്റവും ഹയസ്റ്റ് ഇന്നിങ്സും ഏറ്റവും ലോവസ്റ്റ് ഇന്നിങ്സും കൺസിഡർ ചെയ്യാതെ ആവറേജ് എടുത്തപ്പോൾ എന്ന് വെച്ചാൽ ആ 2 ഇന്നിങ്സ് കൺസിഡർ ചെയ്യാതെ ആവറേജ് എടുത്തപ്പോൾ 42 കളികളിൽ നിന്നും ആ 2 കളികൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 40 കളി അല്ലേ. അങ്ങനെ നമ്മൾ എടുത്തപ്പോൾ 28 കിട്ടി. അങ്ങനെ എടുത്തപ്പോൾ എത്ര കിട്ടി? 28 കിട്ടിയെങ്കിൽ അങ്ങനെയാണെങ്കിൽ നോക്കി, ഈ 40 കളികളുടെ ടോട്ടൽ എത്ര കിട്ടും? 40 × 28. അങ്ങനെയാണെങ്കിൽ ബാക്കി 40 കളികളിലും കൂടെ 1120 റണ്ണ് കിട്ടി. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേ? 42 കളികളിലായിട്ട് 30 ആവറേജ് ഉണ്ട് എന്ന് വെച്ചാൽ 42 കളികളിലെ ടോട്ടൽ എത്ര കിട്ടി നമുക്ക്? 1260 കിട്ടി. ഇനി അടുത്ത വരി പറയാണ്, ആ 42 കളികളിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ഉള്ളതും ഏറ്റവും ലോവസ്റ്റ് സ്കോർ ഉള്ളതുമായ 2 കളികൾ മാറ്റി വെക്കുന്നു. ആ 2 കളികൾ മാറ്റി വെച്ചിട്ട് ബാക്കി 40 കളികളുടെ ആവറേജ് എടുക്കുമ്പോൾ 28 കിട്ടി എന്ന് വെച്ചാൽ ബാക്കി 40 കളികളിലും കൂടെ അദ്ദേഹം എത്ര റൺസ് എടുത്തു? 1120 റൺസ് എടുത്തു. ഓക്കെ ആണോ? നോക്കേ, ഈ 40 കളികളും 42 കളികളുടെ റൺസും 40 കളികളുടെ റൺസും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ എത്ര കിട്ടും നമുക്ക്? 140 കിട്ടി അല്ലേ. ഏറ്റവും ഹയസ്റ്റും ഏറ്റവും ലോവസ്റ്റും തമ്മിലുള്ള ആ 2 കളികളിലും കൂടെ 140 റൺസ് അയാൾ എടുത്തു. മനസ്സിലായോ? നമ്മൾ മാറ്റിവെച്ച കളികൾ അതല്ലേ, ഏറ്റവും ഹയസ്റ്റും ഏറ്റവും ലോവസ്റ്റുമായ 2 കളികളാണ് നമ്മൾ മാറ്റിവെച്ചത്. ആ 2 കളികളിലും കൂടെ അയാൾക്ക് 140 റണ്ണ് കിട്ടി. ഓക്കെ ആണോ? ഇനി ഇതേ ഞാൻ ഈ ഏറ്റവും ലോവസ്റ്റ് കളിച്ച കളിക്ക് എക്സ് എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. ആ കളിയിൽ അയാൾ സ്കോർ ചെയ്തത് എക്സ് ആണ്. ഏറ്റവും ലോവസ്റ്റ് കളിയിൽ അയാൾ സ്കോർ ചെയ്തത് എക്സ് ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ രണ്ടാമത്തെ വരി നോക്കിയേ, ഈ ഹയസ്റ്റും ലോവസ്റ്റും തമ്മിൽ 100 റൺസിൻ്റെ വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും ലോവസ്റ്റ് എക്സ് ആണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഈ ലോവസ്റ്റിനേക്കാൾ 100 കൂടുതലായിരിക്കും. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കളി ഈ ഹയസ്റ്റും ലോവസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് 100 എന്ന് വെച്ചാൽ ലോവസ്റ്റ് അയാൾ 100 എക്സ് റണ്ണാണ് എടുത്തതെങ്കിൽ ഹയസ്റ്റിൽ അതിനേക്കാൾ 100 റൺ അധികം എടുത്ത് കാണും എന്ന് വെച്ചാൽ 100 പ്ലസ് എക്സ് എടുത്ത് കാണും. ഇനി ഈ 2 കളികളുടെയും കൂടെ ടോട്ടൽ എന്ന് പറയുന്നത് ഈ 2 കളികളുടെയും കൂടെ ടോട്ടലാണ് നമുക്ക് 140 എന്ന് കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 100 പ്ലസ് 2x = 140. ഓക്കെ, 2x = 140 മൈനസ് 100. ഈ പ്ലസ് 100 അപ്പുറത്ത് പോയി മൈനസ് ആവും, 40 എന്ന് കിട്ടും. 2x = 40 ആണെങ്കിൽ x = 40/2 20 എന്ന് കിട്ടും. ആൻസർ 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്? ലോവസ്റ്റ് റൺസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തുവാ? കാൽക്കുലേറ്റ് ദ മാക്സിമം റൺ സ്കോർഡ് ബൈ ഹിം ഇൻ ആൻ ഇന്നിങ്സ്. അങ്ങനെയാണെങ്കിൽ അയാൾ സ്കോർ ചെയ്ത മാക്സിമം റൺ എന്ന് വെച്ചാൽ ഹയസ്റ്റ് റൺ എത്ര? 100 പ്ലസ് എക്സ് എന്ന് വെച്ചാൽ 100 പ്ലസ് 20 120. ഓപ്ഷൻ ബി.
ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ആവറേജ് ഓഫ് റൺസ് ഓഫ് എ ക്രിക്കറ്റ് പ്ലെയർ 10 innings was 32. How many runs must be scored in next innings so as to increase his average of runs by 4? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ക്രിക്കറ്റ് പ്ലെയർ അദ്ദേഹത്തിൻ്റെ 10 ഇന്നിങ്സിലായിട്ട് 32 ആവറേജ് റൺസ് എടുത്തു. 10 ഇന്നിങ്സിലായിട്ട് അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 32 അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു കളിയിൽ ഹൗ മെനി റൺസ് മസ്റ്റ് ബി സ്കോർഡ് ഇൻ ദ നെക്സ്റ്റ് ഇന്നിങ്സ്, അടുത്ത ഇന്നിങ്സിൽ അയാൾ എത്ര റൺ എടുത്താലാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് 4 കൂടുന്നത്? അദ്ദേഹത്തിൻ്റെ ആവറേജ് 4 കൂടുകയെന്ന് വെച്ചാൽ 32 + 4 36 ആകുന്നത് അല്ലേ? അടുത്ത അയാളുടെ ആവറേജ് എത്രയാകണം? 36 ആകണം അടുത്ത കളിയിൽ. എന്ന് വെച്ചാൽ 10 കളി ഇതുവരെ കളിച്ചു, അടുത്ത കളിയും കൂടെ ആകുമ്പോൾ എത്ര ആവും? 11ാമത്തെ കളി. എന്ന് വെച്ചാൽ 11ാമത്തെ കളിയിൽ 36 ആവറേജ് കിട്ടണമെങ്കിൽ അയാൾ എത്ര റൺസ് എടുക്കണം? അതാണ് ക്വസ്റ്റ്യൻ അല്ലേ? നോക്കാം. നോക്കിയേ, ഇവിടെ 10 കളിയിലെ ആവറേജ് 32 തന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 കളിയിൽ അയാൾ ടോട്ടൽ എത്ര റൺസ് എടുത്ത് കാണും? 32 × 10 അല്ലേ? 32 × 10 320 അല്ലേ? 320 റൺസാണ് 10 കളിയിലും കൂടെ അയാൾ എടുത്തത്. ഇനി 11ാമത്തെ കളി കളിക്കുമ്പോൾ 36 ആവറേജ് കിട്ടണമെങ്കിൽ 11 കളിയിലും കൂടെ അയാൾ എത്ര റൺസ് അടിക്കണം? 36 × 11 അല്ലേ? 36 × 11 396 റൺസ് കിട്ടണം. 11 കളിയിലും കൂടെ എത്ര റൺസ് എടുക്കണം? 396 റൺസ് എടുക്കണം 36 ആവറേജ് കിട്ടണമെങ്കിൽ. ഓക്കെ ആണോ? 10 കളിയിലും കൂടെ അയാൾ 320 റൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 11ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് 396 ആകുന്നത്? എന്ത് ചെയ്യണം? 396 - 320 ചെയ്യണം. അപ്പം 10 കളിയിലായിട്ട് അയാൾ 320 റൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 11ാമത്തെ കളിയിൽ അയാൾ 76 റൺസ് അടിച്ചാലാണ് ടോട്ടൽ 396 കിട്ടുന്നത്. അങ്ങനെ ടോട്ടൽ 396 കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് 36 ആവറേജ് കിട്ടത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പോൾ ആൻസർ എ. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ. എ ടാബുലേറ്റർ വൈൽ കാൽക്കുലേറ്റിംഗ് ദ ആവറേജ് മാർക്ക് ഓഫ് 100 സ്റ്റുഡൻസ് ഓഫ് ആൻ എക്സാമിനേഷൻ ബൈ മിസ്റ്റേക്ക് എൻ്റർ 68 ഇൻസ്റ്റെഡ് ഓഫ് 86 ആൻഡ് ഒബ്റ്റെയിൻ ദ ആവറേജ് ഓഫ് 58. ദ ആക്ച്വൽ ആവറേജ് മാർക്സ് ഓഫ് ദോസ് സ്റ്റുഡൻസ് ഈസ്. എന്താ പറഞ്ഞേക്കുന്നത്? 100 കുട്ടികളുടെ ആവറേജ് മാർക്ക് എടുത്തപ്പോൾ 100 കുട്ടികളുടെ ആവറേജ് മാർക്ക് എടുത്തു. 100 കുട്ടികളുടെ ആവറേജ് മാർക്ക് എടുത്തപ്പോൾ നമുക്ക് 58 എന്ന് കിട്ടി. 100 കുട്ടികളുടെ ആവറേജ് മാർക്ക് എടുത്തപ്പോൾ നമുക്ക് 58 എന്ന് കിട്ടി. ഓക്കെ, ഈ 58 കിട്ടിയപ്പോൾ 68 മാർക്കുള്ള 86 മാർക്കുള്ള ഒരു കുട്ടിയുടെ മാർക്കിന് 86 മാർക്കുണ്ടായിരുന്നു. ആ കുട്ടിയുടെ 86 മാർക്കിന് പകരം നമ്മൾ ആഡ് ചെയ്തത് 68 ആണ്. അങ്ങനെ 68 മാർക്ക് ഇട്ട് നമ്മൾ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ആവറേജ് 58 എന്ന് കിട്ടിയത്. ഓക്കെ, മനസ്സിലായോ? അപ്പം നമ്മുടെ ഈ ആവറേജ് നമ്മൾ കണ്ടേക്കുന്നത് തെറ്റാണ്. കാരണം 86 മാർക്കുള്ള ഒരു കുട്ടിക്ക് നമ്മൾ 68 മാർക്ക് ഇട്ടാണ് ഈ ആവറേജ് 58 കണ്ടുപിടിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ആവറേജ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. 100 കുട്ടികൾക്ക് 58 ആവറേജ് കിട്ടിയെങ്കിൽ 100 കുട്ടികളുടെ ടോട്ടൽ മാർക്ക് എത്രയായിരിക്കും? 100 കുട്ടികളുടെ ടോട്ടൽ മാർക്ക് നമുക്കറിയാം, ടോട്ടൽ ഈക്വൽ ടു ആവറേജ് ഇൻറ്റു എൻ അല്ലേ, നമ്പർ. അങ്ങനെയാണെങ്കിൽ ആവറേജായ 58 × 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5800 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 100 കുട്ടികളുടെ മാർക്ക് 5800 ആണ്. 100 കുട്ടികളുടെ മാർക്ക് 5800 ആണ്. ഇവിടെ 86 മാർക്കുള്ളതിന് പകരം നമ്മൾ എത്രയാണ് കൊടുത്തേക്കുന്നത്? 68 എന്നാണ് കൊടുത്തേക്കുന്നത്. 86 മാർക്കുള്ളതിന് പകരം 68 എന്നാണ് കൊടുത്തേക്കുന്നത്. ഈ 68 കൂട്ടി ഇട്ടിട്ട് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 5800 എന്ന് കിട്ടിയത്. മനസ്സിലായോ ഇത്രയും? അപ്പോൾ 86 പകരം നമ്മൾ 68 കിട്ടത്. ഇനി എത്രയും കൂടെ ആഡ് ചെയ്യണം. നോക്കിയേ, 86ൻ്റെ കൂടെ 68 ഇട്ടേക്കുന്നത് അല്ലേ? അപ്പോൾ 68ൻ്റെ കൂടെ ഇനി എത്രയും കൂടെ ആഡ് ചെയ്താലാണ് 86 കിട്ടുന്നത് എന്ന് ചെയ്തു നോക്കിയേ. 18 അല്ലേ? അപ്പോൾ 68 മാർക്കാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അതിൻ്റെ കൂടെ ഇനി നമ്മൾ എത്രയും കൂടെ ആഡ് ചെയ്യണം? 18 മാർക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 18 മാർക്കും കൂടെ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ 5800 എന്നുള്ളത്
5800 എന്നുള്ള ആഡ് ചെയ്ത് കിട്ടിയ സം ഉണ്ടല്ലോ, 5800 എന്നുള്ള ടോട്ടൽ നമ്മൾ 68 ഇട്ട് ചെയ്തപ്പോഴാണ് 5800 ടോട്ടൽ കിട്ടിയത്. പക്ഷെ നമുക്ക് 68-ന് വരെ എത്ര കിട്ടേണ്ടത്? 86 എന്ന് വെച്ചാൽ വീണ്ടും 68-ൻ്റെ കൂടെ 18 കൂട്ടണം. എന്ന് വെച്ചാൽ 5800-ൻ്റെ കൂടെ 18 കൂട്ടുക. അപ്പോൾ നമുക്ക് കിട്ടും 5818 എന്ന് കിട്ടും. 5818 ഇതാണ് നമ്മുടെ ആക്ച്വലി നമുക്ക് ടോട്ടൽ വരേണ്ടത്. ആക്ച്വൽ ടോട്ടൽ വരേണ്ടത് 5818 ആണ്. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ആക്ച്വൽ ആവറേജ് ആണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് ആവറേജ് ഈക്വൽ ടു 5818 ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറായ 100. 5818 ഡിവൈഡ് ബൈ 100 എത്ര കിട്ടും? 58.18 എന്ന് കിട്ടും. 58.18 ഓപ്ഷൻ എ. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ മാർക്കിന് പകരം ഏത് മാർക്ക് ഇട്ടു? 86 എന്നുള്ളതിന് പകരം 68 ഇട്ടു അല്ലേ? ഇനി 68-ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 86 കിട്ടുന്നത്? 18 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആ 18 നമ്മുടെ ടോട്ടലിനകത്ത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ആവറേജ് കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലൈബ്രറി ഹാസ് ആൻ ആവറേജ് നമ്പർ ഓഫ് 510 visitors on Sunday and 240 on other day. The average number of visitors per day in a month of 30 days beginning with Sunday is. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ലൈബ്രറിയിൽ സൺഡേ ഞായറാഴ്ച 510 ആവറേജ് നമ്പറാണ് പറയുന്നത്. ആവറേജ് ആണ് പറയുന്നത് 510 വിസിറ്റേഴ്സ് വന്നു. സൺഡേയിൽ മാത്രം 510 വിസിറ്റേഴ്സ്, ആവറേജ് 510 വിസിറ്റേഴ്സ് വന്നു. ബാക്കിയുള്ള ദിവസങ്ങളിൽ 240 വിസിറ്റേഴ്സും വന്നു. ബാക്കിയുള്ള ദിവസങ്ങളിൽ എത്ര വിസിറ്റേഴ്സ് വന്നു? 240 വിസിറ്റേഴ്സ് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാസം ആവറേജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു മാസത്തെ ആവറേജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് എന്നിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ മാസം ആരംഭിക്കുന്നത് സൺഡേയിലാണ്. അങ്ങനെയാണെങ്കിൽ ആ മാസം എത്ര സൺഡേ കാണും? ഒരു മാസം ആരംഭിക്കുന്നത് സൺഡേയിലാണെങ്കിൽ ആ മാസത്തിൽ 5 സൺഡേ കാണും. എത്ര സൺഡേ കാണും? 5 സൺഡേ. ഓക്കെ, ആ മാസത്തിൽ 5 സൺഡേ കാണും. അപ്പോൾ 30 ദിവസത്തിൽ 5 സൺഡേ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 25 ദിവസമായിരിക്കും അല്ലേ? അപ്പം 30 ദിവസമുള്ള ആ മാസത്തിൽ 5 ഞായറാഴ്ചയും വരും, ബാക്കിയുള്ള ദിവസങ്ങൾ 25 എണ്ണവും വരും. ഇത്രയും ഓക്കെ ആണല്ലോ? ഇനി എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. സൺഡേയിലെ ആവറേജ് 510 വിസിറ്റേഴ്സാണ്. സൺഡേയിൽ ആവറേജ് 510 വിസിറ്റേഴ്സ് ആണെങ്കിൽ ടോട്ടൽ സൺഡേയിൽ, ഈ മാസത്തിലെ ടോട്ടൽ സൺഡേയിൽ എത്ര വിസിറ്റേഴ്സ് വരും? 510. ടോട്ടൽ കാണണമെങ്കിൽ ആവറേജ് ഇൻറ്റു നമ്പർ, 510 ഇൻറ്റു 5. മനസ്സിലായോ? ആ സൺഡേയിൽ 510 വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ, ആവറേജ് വിസിറ്റേഴ്സ് 510 ആണെങ്കിൽ 510 ഇൻറ്റു ഈ മാസം 5 സൺഡേ ഉണ്ട് ഇൻറ്റു 5. ഓക്കെ ആണോ? ഇനി ബാക്കിയുള്ള ദിവസം 25 ദിവസമുണ്ട്. ആ 25 ദിവസത്തെ ആവറേജ് 240 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലെ ആകെ ടോട്ടൽ വിസിറ്റേഴ്സ് എത്രയായിരിക്കും? 240 ഇൻറ്റു 25. 240 ഇൻറ്റു 25 ആയിരിക്കും. മനസ്സിലായോ? നമുക്കെന്താ കണ്ടുപിടിക്കേണ്ടത്? ലൈബ്രറിയിലെ ആവറേജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 30 ദിവസത്തെ ആവറേജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിന് ടോട്ടൽ എടുക്കണം, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് 30. ആകെ നമ്പർ ഓഫ് ഡേയ്സ് 30 ആണ്. ഓക്കെ ആണല്ലോ? 510 ഇൻറ്റു 5 എത്ര കിട്ടും? 2550. 2550 പ്ലസ് 245 ഇൻറ്റു 25 ഇൻറ്റു 240 6000 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 30 ആൻസർ കിട്ടും 285 വിസിറ്റേഴ്സ്. ഓപ്ഷൻ ബി. മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു മാസത്തിൽ ഞായറാഴ്ചത്തെ വിസിറ്റേഴ്സ്, ആവറേജ് വിസിറ്റേഴ്സ് എന്ന് വെച്ചാൽ 510 വിസിറ്റേഴ്സ് ഉണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ആവറേജ് 240 ഉണ്ട്. ഒരു സൺഡേ തുടങ്ങുന്ന ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മാസത്തിൽ 5 ഞായറാഴ്ച കാണും, 5 സൺഡേ കാണും. അങ്ങനെയാണെങ്കിൽ 5 സൺഡേയിൽ ടോട്ടൽ വരുന്ന വിസിറ്റേഴ്സ് 510 ഇൻറ്റു 5. ബാക്കിയുള്ള ദിവസം വരുന്ന വിസിറ്റേഴ്സ്, ബാക്കിയുള്ള ദിവസം എത്ര ദിവസം കാണും? 25 ദിവസം കാണും. ആ ദിവസത്തിൽ 240 വിസിറ്റേഴ്സ് കാണും. 25 ഇൻറ്റു 240. ഇനി നമുക്കെന്താ കാണേണ്ടത്? ആ മാസത്തിലെ മൊത്തത്തിലുള്ള ആവറേജ് ആണ് കാണേണ്ടത്. അതുകൊണ്ട് മാസത്തിലുള്ള മൊത്തം വിസിറ്റേഴ്സിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ ഫാമിലി ദ ആവറേജ് ഏജ് ഓഫ് ഫാദർ ആൻഡ് മദർ ഈസ് 35. ഫാദറിൻ്റെയും മദറിൻ്റെയും ഏജിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 35. ആവറേജ് എന്ന് പറയുന്നത് 35. ആവറേജ് 35 ഇവർ തമ്മിലുള്ള സം എത്രയായിരിക്കും? ഫാദറിൻ്റെയും മദറിൻ്റെയും ഏജ് തമ്മിലുള്ള ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ ഈക്വൽ ടു ആവറേജ് ഇൻറ്റു എൻ അല്ലേ? ഇവിടുത്തെ ആവറേജ് 35. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് പേഴ്സൺ എത്ര പേരുണ്ട്? ഫാദറും മദറും 2 പേര്. 35 × 2 70. അപ്പോൾ ഫാദറും മദറും തമ്മിലുള്ള വയസ്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 70 കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ദ ആവറേജ് ഏജ് ഓഫ് ഫാദർ മദർ ആൻഡ് ദെയർ സൺ. ഇനി ഫാദറും മദറും സണ്ണും കൂടെ ഉള്ള ആവറേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 27 എന്ന് കിട്ടും. 27 ആവറേജ് കിട്ടും. എന്ന് വെച്ചാൽ ഇവരുടെ 3 പേരുടെയും കൂടെ ടോട്ടൽ ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 27 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ 3 പേരുടെയും കൂടെ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? ഫാദറും മദറും സണ്ണും കൂടെ ടോട്ടൽ എത്ര കിട്ടും? 27 × 3 81 കിട്ടും അല്ലേ? ഇവർ 3 പേരും കൂടെ ഉള്ള സം എത്രയായിട്ട് നമുക്ക് 81 കിട്ടും. നോക്കിയേ, ഫാദറും മദറും സണ്ണും കൂടെ ഉള്ള സമ്മ് 81 കിട്ടി. ഫാദറും മദറും കൂടെ 70 കിട്ടി. ഫാദറും മദറും കൂടെ നമുക്ക് 70 കിട്ടിയായിരുന്നു. അതിൻ്റെ കൂടെ സണ്ണിനെയും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 81 എന്നായി. എന്ന് വെച്ചാൽ സണ്ണിൻ്റെ എത്രയായിരിക്കും? സണ്ണിൻ്റെ ഏജ് എന്ന് പറയുന്നത് 81 - 70 ഈക്വൽ ടു 11 ആയിരിക്കും. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ആവറേജ് എന്നുള്ള ശരാശരി എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള റെയിൽവേയിൽ വരാൻ ചാൻസ് ഉള്ള റെയിൽവേയുമായി ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി പുതിയ ടോപ്പിക്കായി വരുന്നവരെ ബൈ.